ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നല്ല തെളിച്ചുള്ള ഒരു ദിവസം ഇവിടെ വരത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടർലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയ് മാസമാണ്. മെയ് മാസം നമുക്കറിയാം വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരൊരു സമ്മർ വെക്കേഷൻ ഓഫറും കാര്യങ്ങളായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഫുള്ളാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലോടെ അവരൊരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തന്നെയല്ല, ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ സമയത്ത് ഞാൻ പോയിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. തന്നെയല്ല, ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഫുൾ ഇതായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടർലേ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതേ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വണ്ടർലയിലോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രൻസിലേക്ക് എത്താനായിട്ടുള്ളൊരു വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ട്രാവലർ, അതിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. സൈഡിൽ കിടക്കുന്ന ട്രാവലർ. പിന്നെ അകത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ പോകുമ്പോഴാണ് നമ്മുടെ കാറും അല്ലാതെ ബസ് അല്ലെങ്കിൽ എന്ത് വണ്ടിയായാലും തന്നെ അത് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് വരുന്നത് അകത്താണ്. അപ്പോൾ ദാ ഇവിടാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ നമ്മളിനിയും കാറ് പാർക്ക് ചെയ്യാനായിട്ട് നേരെയാണ് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം വരുന്നത്. കുറച്ച് താഴെയായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, വെക്കേഷൻ ആയതുകൊണ്ടുകൂടെയും പിള്ളേരെയും കൊണ്ടൊക്കെ ആയിട്ട് വീട്ടുകാർ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ നല്ലോണം തിരക്കായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 11 മണിക്കേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. റൈഡുകളെല്ലാം 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളൊരു 10:15 ആ ഒരു സമയം ആയപ്പോഴത്തേക്കും ഞങ്ങൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇത്ര ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് 2 രീതിയിൽ ടിക്കറ്റ് വരും. ഒന്ന് നോർമലും അല്ലാതെ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ റൈഡിലും നമുക്ക് ക്യൂ അധികം നിൽക്കാതെ തന്നെ നമുക്ക് നേരിട്ട് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് 2 പേർക്കും. കാരണം അല്ലെങ്കിൽ ക്യൂ നിന്ന് തന്നെ നമുക്ക് കുറേ സമയം പോകും. പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ റൈഡ്സിലൊക്കെ കയറാനാണെങ്കിലും അതിന് മുന്നേയായിട്ടപ്പം സാധാ ലാൻഡ് റൈഡ് നമ്മൾ ചിലപ്പം എല്ലാത്തിലും ഒന്നും കയറി ബാക്കി തീരത്തില്ല, സമയം നമുക്ക് തീരെ കിട്ടാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. ഒന്നാമത് വെക്കേഷനോട് ആയതുകൊണ്ട്. അല്ലാത്ത സമയത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ വലിയ ക്യൂ കാണത്തില്ല. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടും ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നതുകൊണ്ടും ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് വേറൊരു ക്യൂ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ട്രാക്കുകാരെല്ലാം ഒരു ക്യൂ ആയിരിക്കും. അത് പക്ഷേ പെട്ടെന്ന് അങ്ങ് തീരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഒരു റിബൺ പോലെ ഒരു ഇതാണ് ഞങ്ങളുടെ കയ്യിൽ കാണുന്ന വാച്ച് പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ വണ്ടർലയിൽ ഒരു കുരങ്ങൻ്റെ ഒരു ഇത് കാണത്തില്ലേ അവരുടെ ലോഗോയിൽ തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ഇവരൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ കഥയൊക്കെ ഇവിടെ കാണിക്കുന്നുമുണ്ട് കേട്ടോ. ഒരു 3D ഇതുപോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സാണ് ഈ നിൽക്കുന്നത്. ഈ ആനയും അതേപോലെ പിഗ്, ഹോഴ്സ്, ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സ്റ്റോറിയിൽ വരുന്ന കഥാപാത്രങ്ങളാണ് കേട്ടോ. അല്ലാതെ നമ്മൾ TV കാണുന്ന കാർട്ടൂണിലെ ഒന്നുമല്ല. ആ ഒരു ഇതിലെയാണ് വരുന്നത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു എന്ന് പറയും. ഞങ്ങളത് കാണാൻ പിന്നീട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് പിന്നെ വരുന്നത് സൈഡിലായിട്ട് നമ്മുടെ ബാഗോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലോക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ റൈഡ്സിലൊക്കെ കയറാനായിട്ട് പോകുന്നത്. ചെരുപ്പ് പിന്നെയും കുഴപ്പമില്ല, ചെരുപ്പ് വെക്കുന്നവരുണ്ട്. ഞങ്ങൾ ചെരുപ്പ് വെച്ചായിരുന്നു. അപ്പോൾ ചെരുപ്പ് നമുക്ക് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റൈഡ്സിൻ്റെയും അടുത്തായിട്ട് ഒരു ഷൂ റാക്ക് പോലെ കാണും. അവിടെ വെച്ചാലും മതി. അവിടെ വെച്ചിട്ട് റൈഡിൽ കയറിയിട്ട് തിരിച്ച് നമുക്ക് വരുമ്പം ഇട്ടുകൊണ്ട് നടക്കാം. അപ്പം
ആ രീതിയിലും നമുക്ക് ചെരുപ്പ് വേണേൽ വെക്കാം, ലോക്കറി വെക്കുന്നവരും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാം കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ലോക്കറി വെച്ചു. മൊബൈൽ ഫോൺ മാത്രം ഞങ്ങൾ എടുത്തായിരുന്നു. ഫോണാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും നനയാത്ത രീതിയിലത്തെ ഒരു പേഴ്സ് പോലെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഫോൺ അതിൽ നമ്മൾ ഇട്ടിട്ട് നമുക്ക് കഴുത്തേൽ തൂക്കിയിടാനായിട്ടുള്ള ഒരു വള്ളിയും കൂടെ വന്നിട്ടുള്ള രീതിയിൽ ഒരു ബാഗ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ ഫോൺ സൂക്ഷിച്ച് വെച്ചിരുന്നത്. റൈഡിൽ കയറാൻ നേരവും വാട്ടർ റൈഡ്സിൽ കയറാൻ നേരമൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ നനഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു പോകാൻ നേരം നമുക്ക് ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സ് ഉണ്ടല്ലോ, ഡ്രസ്സ്, അതുപോലെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടെങ്കിൽ ഹെവി ഫുഡൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ലേസോ അങ്ങനത്തെ എന്തെങ്കിലും ചിപ്സ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ക്യാപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം നമ്മൾ ഈ ലോക്കറിലായിരിക്കും വെക്കുന്നത്. അതിന് പ്രത്യേകം ഒരു ചാർജ് ഉണ്ട്, ഒരു 300 രൂപ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ബാഗും ഇച്ചിരി സ്പേസ് ഉണ്ട്, ഒരു വലിയ ബാഗ് ഇരിക്കുന്ന അത്രയും സ്പേസ് ഉണ്ട്. അപ്പം അത് വെക്കാനായിട്ടാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അത് ജെൻസ് ലേഡീസ് സെപ്പറേറ്റ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജെൻസിൻ്റെ അതിലോട്ട് ഹസ്ബൻഡ് പോയ സമയത്ത് ഞാൻ അവിടെ അങ്ങ് വെച്ചേക്കാൻ പറഞ്ഞ് അങ്ങോട്ട് കയറുവാണേ. അപ്പം ആ ലോക്കർ നമുക്ക് തുറക്കാനും ഒക്കെ ആയിട്ടുള്ള കീ നമ്മുടെ കയ്യിൽ വാച്ചായിട്ട് കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഓറഞ്ച് കളർ വാച്ചാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്ന പോലെ ലോക്കറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും, ക്ലോസ് ആകും. ആ രീതിയിലാണ്. അല്ലാതെ നമ്മളിപ്പം കീ ആയിട്ട് സൂക്ഷിക്കുകയൊന്നും വേണ്ട, അപ്പം നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും കാണും. ആ കീയും ആ വാച്ചും ഈ പറഞ്ഞ പോലെ വാട്ടർ റൈഡിലൊന്നും കയറുമ്പം വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ലോക്കറിലെല്ലാം വെച്ചു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ടെർമിനേറ്റ് കോസ്റ്ററാണ്. അത് നമ്മുടെ ഒരു കാറ്റർപില്ലർ എന്നുള്ളൊരു പേരായിരുന്നു പണ്ട്. ഇപ്പം പേരൊക്കെ മാറ്റി ടെർമിനേറ്റ് കോസ്റ്റർ എന്നൊക്കെ ആക്കി. അപ്പം ഇവിടെ ഈ ഒരു റൈഡിൽ കയറാമെന്ന് വെച്ചാണ് നമ്മൾ ആദ്യം വന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന സമയത്തും ഈ റൈഡിലായിരുന്നു കേട്ടോ ഫസ്റ്റ് കയറിയത്. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് കാണുന്നത്. പിന്നെ ഇത് അധികം പേടിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളത്, എല്ലാവർക്കും കയറാവുന്ന ഒരു റൈഡാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ ഇതേപോലെയാണ് ക്യൂ. ഫാസ്റ്റ് ട്രാക്കുകാർക്ക് തൊട്ടപ്പുറത്ത് വേണ്ട ആ ഒരു സൈഡിലാണ് 2 ക്യൂ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ക്യൂവിലാണ് നിന്നത്. അപ്പുറത്ത് ആരെയും കാണാഞ്ഞുകൊണ്ട് പിന്നെ അവർ ഫാസ്റ്റ് ട്രാക്കുകാർ ഇപ്പുറത്താന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പിന്നെ കയറിയായിരുന്നു. അപ്പോൾ അതായത് നമുക്ക് മുന്നേ നിന്ന് ബാച്ചുകാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ നിൽക്കുന്നതൊക്കെ ഫാസ്റ്റ് ട്രാക്കുകാരാണ്. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന കണ്ട് ഞാനും ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്ന സമയത്ത് ഞാനിതേ കയറിയപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു കയറ്റം കയറി അവിടെ എത്തുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് എപ്പോഴും നടുവിന് ഒരിടി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയറുന്നവർക്കെല്ലാം ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പുറകിലോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുക, ചേർന്നിരിക്കാൻ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ കയറിയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നല്ല രസമാണ് ഇത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതിൽ ഒന്നാണിത് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഈ ഒരു ട്രിപ്പ് വന്നിറങ്ങി അടുത്തതായിട്ട് നമ്മൾ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫോൺ നമ്മൾ കഴുത്തിൽ തന്നെ തൂക്കിയിട്ടേക്കുമായിരുന്നു. എങ്കിലും അത് പിടിച്ചുകൊണ്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര ഭീകരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട്. ആ കറങ്ങുന്ന ഇതിലൊന്നും ഞങ്ങൾ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇനിയും ആദ്യമേ അതിലൊക്കെ കയറിയിട്ട് പിന്നെ വൊമിറ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാകത്തില്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തേലൊന്നും അങ്ങനെ കയറാൻ പോയിട്ടില്ല. സാധാ നമുക്ക് പറ്റുന്ന പോലത്തേത് ഞാൻ നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. വലിയ പേടിയെന്നുള്ളതല്ല, അതിനപ്പുറം അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു ദിവസം മൊത്തത്തിൽ കുളമാകുമോ എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് കൂടുതലും വാട്ടർ റൈഡ്സാണ് ഇഷ്ടം. അപ്പം അതിനാണ് കൂടുതൽ സമയം ഞങ്ങൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ കയറി അങ്ങനെ ഇതാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളധികം കയറാഞ്ഞത്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ഈ പാവയൊക്കെ ബോളെറിഞ്ഞ് നമുക്ക് സമ്മാനമായിട്ട് പാവ കിട്ടുന്ന പരിപാടികളൊക്കെ ഈ സൈഡിൽ കാണാം കേട്ടോ. പിന്നെ ഇവിടെ വലുതായിട്ട് ഐ ലവ് വണ്ടർല എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ സൈഡിൽ ഈ പിങ്കും ഗ്രീനും കളറിൽ കൊടുത്തേക്കുന്ന റീകോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പുതിയതായിട്ട് ഈ അടുത്തിടെ വന്നൊരു റൈഡും. അത് ആണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര പേടി ഉണ്ടാക്കുന്ന ഒരു റൈഡായിട്ട് എല്ലാവരും പറയുന്നത്. ഞങ്ങളതിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ കയറിയവരുടെയൊക്കെ അവസ്ഥ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ബാഹുബലി തീമിൽ വന്നിരിക്കുന്ന ഈ ഒരു സംഗതിയും പുതിയതായിരുന്നു കേട്ടോ. അപ്പം ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നാണ്, അതായത് ബാക്കി റൈഡ്സ് എല്ലാം നമുക്കറിയാം നമ്മൾ ഇരുന്നാണ് ഇപ്പം സ്പീഡിലാണേലും ഓരോന്നിങ്ങനെ ഓരോ വഴി കൂടെയും പോകുമ്പം എല്ലാം നമ്മൾ ഇരുന്നു കൊണ്ടാണ്. അവിടെ മാത്രം നമ്മൾ നിന്നുകൊണ്ടാണ് കേട്ടോ. അത് ശരിക്കും ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ താഴെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാജിക് പ്ലെയിനാണ് ആ കാണുന്നത്. അപ്പോൾ ഈ റീകോയിലിൻ്റെ താഴെ കൂടാണ് കേട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ എപ്പോഴും വന്ന് ശീലമില്ലാത്തവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ വഴി നമ്മൾ ഇതിലേക്കൂടെ വന്ന് ഇതിലേക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെ, ആ റൈഡൊക്കെ എവിടെയാണെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കും. അതേപോലെയാണ് ഇവിടുത്തെ ഓരോ വഴികളും. അപ്പം മാപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ മാപ്പ് എവിടെയാണെന്നുള്ളതും തപ്പിപ്പിടിച്ച് പോവുകയാണെങ്കിലും നമുക്ക് വഴി അറിയണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അടുത്തൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് എന്തോ അത് സംഭവം എന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഇതും പുതിയതായിട്ട് വന്ന റൈഡായിരുന്നു കേട്ടോ. പിന്നെ ഇത് അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള റൈഡല്ല, പക്ഷേ എങ്കിലും ചെറുതായിട്ട് തല ഇറങ്ങുന്നതാണ്. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് കയറാൻ നിന്നില്ല, കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റിൽ വേറൊന്നാണ് ക്രേസി കാർസ്. അപ്പം അവിടെ അത് തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഡാൻസിങ് കാർസ് കണ്ടു. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ശരിക്കും ഇരുന്ന് ഓടിക്കുന്ന ആ ടൈപ്പിലെയാണ് ക്രേസി കാർസ്. ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടുള്ളതുമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുമാണ്. അപ്പോൾ അത് തപ്പിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഞങ്ങളിവിടെ വേറൊരു സംഗതി കണ്ടു. അപ്പം ഇതും നമ്മൾ കയറാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ക്രേസി കാഴ്സിൽ കയറിയിട്ട് ഇവിടെ വരാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. തന്നെയല്ല ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, വലിയ തല കറങ്ങുമോ അങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് അത് കയറിയായിരുന്നു. അപ്പോൾ ക്രേസി കാഴ്സ് ദാണ്ട് ആ സൈഡിലോട്ട് ആരോ ഇട്ട് കാണിച്ച കണ്ടിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം എത്തി. അപ്പോൾ ഈ എൻട്രി ഫാസ്റ്റ് ട്രാക്ക് അല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇപ്പുറത്തായിരുന്നു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ വന്നു നിന്നു. അപ്പോൾ ഇത് രണ്ടും 2 സെക്ഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ 2 പേരും ഒരെണ്ണത്തിൽ തന്നെ കയറിയിരുന്നു. ഞങ്ങൾ വിചാരിച്ച് കുറച്ച് പേരൊക്കെ കാണുമല്ലോ, അപ്പം വേറെ അല്ലാതെ ഇരിക്കുന്നവർക്കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഒരെണ്ണത്തിൽ അങ്ങിരുന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനുള്ള ആളില്ലായിരുന്നു, മീൻസ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ അവിടെ അധികം ആൾക്കാർ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നീട് വേറെ ഒരു കാറിലായിട്ട് ഞാൻ കയറിയായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ കണ്ടതിൽ നമ്മൾ കയറാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് റൈഡ്. അപ്പം അത് നമുക്ക് മുന്നേ ഓരോരുത്തർ കയറിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കയറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. എറണാകുളം ഒട്ടേറെയെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. തന്നെയല്ല പേടിക്കാനായിട്ട് അധികമില്ല, വലിയ സ്പീഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ പൊങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും താന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു നമുക്കൊരു വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്ന ആ ഒരു ഫീല് നമുക്കിങ്ങനെ തോന്നും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പേടിക്കാനായിട്ടൊന്നുമില്ല. ആരും ഇതേ കയറിയാലും അങ്ങനെ അലയ്ക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കൂളായിട്ട് തന്നെയാണ് എല്ലാവരും ഇതേ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേറെ റൈഡുകളൊക്കെ കാണാം. അപ്പോൾ മുകളിൽ വന്ന് ഇങ്ങനെ ഒന്ന് നിന്ന ശേഷം പിന്നെ നമ്മളെ തിരിച്ച് കൊണ്ടുപോവാണ് കേട്ടോ, നേരെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ്. വളരെ കുറച്ച് നേരവും ഉള്ളായിരുന്നു ഈ ഒരു റൈഡ്. എന്തായാലും ഇത് ഇഷ്ടമായി. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ സിനി മാജിക് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളൊരു സംഭവം കണ്ടു. അപ്പോൾ അതിൻ്റെ ഷോ എത്ര മണിക്കാണെന്നുള്ളത് നമ്മൾ ഈ തൊട്ട് മുന്നേ കയറിയ റൈഡിൽ അവരോട് ചോദിച്ചായിരുന്നു. അപ്പം കറക്റ്റ് നമ്മൾ 11:58 ആയപ്പോഴാണ് ആ റൈഡിൻ്റെ അവിടെ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് 12 മണിക്കൊരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു സിനി മാജിക്കിൽ. ഒരു ഇടവിട്ടാണ്, കുറേ ആൾക്കാരില്ലാതെ അവർ കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാർ വന്ന് കാണിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ 12 മണിക്ക് അവിടെ ഷോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സിനി മാജിക് അവിടുന്ന് തൊട്ട് താഴെ, അവിടുന്ന് നേരെ തന്നെ നമുക്ക് താഴോട്ടൊരു സ്റ്റെപ്പ് കാണാം. അതിലെ ഇറങ്ങി ചെന്നാൽ നേരെ നമുക്ക് ഈ സിനി മാജിക്കിൻ്റെ അതിലെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടോട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് അവരൊരു ഗ്ലാസ് തരും. ആ ഗ്ലാസ് വെച്ചായിരിക്കും നമ്മൾ കാണുന്നത്. ഒരു 3D ആണ്, ഷോയാണ്. അപ്പം നമ്മളിവിടെ കയറിയിരുന്നു. ഏറ്റവും പുറയിലായിട്ടാണ് നമ്മൾ കയറിയത് കേട്ടോ.
അപ്പോൾ അവിടുത്തെ ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അവരുടേതായിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം പരിപാടി തന്നെ 3Dയുടെ തന്നെ അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു കാണാനായിട്ട് നമ്മൾ വന്നതാണ്, അവരുടെ ഒരു സ്റ്റോറി. അപ്പം മറ്റേനെക്കാട്ടിലും എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റേത് നമുക്ക് അത്ര ഒരു ഫീല് കിട്ടുന്നില്ല, ഒരു 3D ഇത് നമുക്ക് അത്ര അടുത്ത്, പക്ഷേ ഇത് നല്ല ഫീല് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റി. ആ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു ഇവിടെ കണ്ട 3D ഷോയ്ക്കകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു നിങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഗൈസ് ദേ ഷോ തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ അകത്ത് കയറി ഇരുന്നു കേട്ടോ. അപ്പം ഇതേപോലെ അതിൻ്റെ അകമൊക്കെ വരുന്നത്, ഇതിന് അങ്ങനെ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് സീറ്റിന് ബെൽറ്റായിട്ടൊന്നും വരുന്നില്ല, നമ്മൾ നല്ലോണം പിടിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഇത് വലിയ അങ്ങനെ നമ്മളായിട്ട് കുലുക്കുന്ന അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം ലാൻഡ് റൈഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസും പിന്നെ ചട്ടിച്ചോറ്, ഈ 3 സംഗതികളെ നമുക്ക് ഫുഡായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത്. 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു, പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ 1 പറഞ്ഞാൽ മതിയായിരുന്നു. അത് 2 പേർക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വരുന്നുണ്ട്. തന്നെയല്ല ഒരെണ്ണത്തിന് തന്നെ 460 റുപ്പീസ് വരുന്നത് ഒരു ബിരിയാണിക്ക്. അത് ശരിക്കും 2 പേർക്കുള്ളതുണ്ട് പക്ഷേ കേട്ടോ. ഈ ഒരു ബൗളിലായിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിലും നമുക്കത് പ്ലേറ്റിലേക്ക് കുടഞ്ഞിടുമ്പോൾ അറിയാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ബിരിയാണി മേടിച്ചു. അങ്ങനെ ഞങ്ങളത് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ അതിൻ്റെ കൂടെ ഡ്രിങ്ക്സ് നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതിൽ പെപ്സി, മിറിണ്ട നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു പെപ്സിയും ഒരു മിറിണ്ടയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മിറിണ്ട നമുക്കിങ്ങനെ കപ്പ് തരുന്നതുകൊണ്ട് മിറിണ്ടയാണോ എന്ന് തന്നെ സംശയമുണ്ട്. ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നി. ഇനി ഫാൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, ബട്ട് മിറിണ്ട അല്ലാതെ വേറെന്തോ സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് കുടിച്ചിട്ട് മിറിണ്ടയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ പിന്നെ സാലഡ്, പിന്നെ ഡേറ്റ്സ് പിക്കിള് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതും അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പപ്പടവും വരുന്നുണ്ട്. പിന്നെ ഇത് 460-ൻ്റെയും പിന്നെ 430-ൻ്റെയും ബിരിയാണിയാണുള്ളത്. അപ്പം നമ്മൾ 460-ൻ്റെ എടുക്കുകയാണെങ്കിൽ അതിൽ 65-ൻ്റെ 2 പീസ് കൂടെ നമുക്ക് തരും കേട്ടോ, ചിക്കൻ പീസസ്. അപ്പോൾ വേണ്ട ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ കുറേ ടേബിൾ ഉണ്ട്, അതിലെവിടെയെങ്കിലും നമുക്ക് പോയിരുന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വാട്ടർ സ്ലൈഡ്സിലാണ് കയറാൻ വന്നത്. അപ്പോൾ വാട്ടർ സ്ലൈഡിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറാൻ വന്നത് ഈ ഒരു നമ്മുടെ വണ്ടർ സ്പ്ലാഷിലാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഓൾറെഡി സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് 2 തവണ കയറിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് നമ്മൾ കയറാനായിട്ട് വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കയറാനായിട്ട് പോന്നു.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഈ ഒരു സ്ലൈഡ് കയറാനാണ് കേട്ടോ. ഈ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലൂ യെല്ലോ ഒരു സംഭവം കണ്ടോ അങ്ങായിട്ട്, അപ്പം അവിടെ ചെല്ലുന്ന ഒരു സാധനമാണ് കേട്ടോ. അതായത് അവിടെ ഇങ്ങനെ വള്ളം പോലെ നമ്മളിങ്ങനെ മുകളിലോട്ടും താഴോട്ടുമായിട്ട് പോകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ സ്ലൈഡിൽ അങ്ങനെ കയറുന്നതിൻ്റെ നമ്മൾ കയറുമ്പോഴത്തെ വീഡിയോ ഒന്നും ഞാനങ്ങനെ ഇടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കയറിയാലും പ്രശ്നമില്ലാത്ത ബാഗിലായിട്ടൊക്കെയാണ് നമ്മൾ ഫോൺ ഇട്ടേക്കുന്നത്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് അതേലും പിടിക്കാറുമല്ലോ, നമുക്ക് പിടിക്കാനായിട്ട് അവർ ഒരു ഇത് തരും. അപ്പം അതിൽ ഒരു ഹുക്കുള്ള രീതി നമ്മൾ അതേ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണോടെ പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫോൺ എടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ കയറുന്നവരുടെ ഒരു ഇത് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. കാരണം എങ്ങനെയാണ് ഇതിലെ കൂടെ പോകുന്നതെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറിയിട്ട് വന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാട്ടർ സ്ലൈഡ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് അത് പറയാം. എന്നുവെച്ചാൽ കയറിയതിൽ പിന്നെ നമ്മൾ ഇത് കണ്ടു, പക്ഷേ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മളവിടെ നിന്നു. അപ്പോൾ പലരുടെയും ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ നമുക്ക് പേടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല. ഇത് പുതിയതായിട്ട് വന്നൊരു വാട്ടർ റൈഡാണ് കേട്ടോ, ബട്ടർഫ്ലൈ. അപ്പോൾ ഇതാണ് ഒരുപാടങ്ങ് മുകളിലായിട്ട് പോകുന്നതുകൊണ്ടാണ്. തന്നെയല്ല ഇത് നമ്മൾ കയറുന്നിടം ബാക്കി എല്ലാ സ്ലൈഡിലും നമ്മൾ കയറാൻ നേരം നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ കുത്തനെ ഉള്ളൊരു ഇറക്കമാണ്. അപ്പോൾ എന്തായി തീരുമെന്നുള്ളത് നമുക്കൊരു പേടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായില്ല. അപ്പം നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്നൊരു സംഭവം നമ്മൾ കണ്ടു. ഇതുപോലെ കയറ് പിടിച്ച് റോപ്പ് പിടിച്ച് നമുക്കൊരു ഗെയിം രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. കുറേ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് അടുത്തൊരു ഇതിലോട്ട് പോകും. അങ്ങനെ റോപ്പ് പിടിച്ച് പുറകെ നമ്മൾ പോകുന്നൊരു ഗെയിം മാതിരിയാണിത്. അപ്പോൾ അവിടെ കയറാനായിട്ട് നമുക്കൊരാഗ്രഹം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു റോപ്പിൻ്റെ സംഭവത്തിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേപ്പൂളി വന്നു കേട്ടോ. അപ്പോൾ വേപ്പൂളി വന്ന് പിന്നെ നമുക്ക് ഉടനെ ഒന്നും ഇറങ്ങിപ്പോകാനായിട്ട് പറ്റത്തില്ല. അതിനകത്ത് കുറേ നേരം നമ്മൾ പിന്നെ വെള്ളത്തിൽ കിടന്നു. അപ്പോൾ നമ്മുടെ വാട്ടർ റൈഡ്സും കഴിഞ്ഞ് നമ്മളൊരു 6 മണി 6:30 ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി, ലോക്കറിൽ നിന്ന് ബാഗൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം എന്താ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വണ്ടർലയിൽ പോവാണ്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഞങ്ങളൊരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ എപ്പോഴും വരണമെന്നുള്ള ഒരു മൈൻഡല്ല നിങ്ങൾക്ക്, വല്ലപ്പോഴും വരിക എന്നുള്ളൊരു ഇതാണ്. അതും കൂടുതൽ കുറേ വർഷത്തിനൊക്കെ ശേഷം കുറച്ചുകൂടെ റൈഡുകളൊക്കെ വന്നിട്ട് വരാം എന്നുള്ളൊരിതാണ്. അപ്പം നമുക്കിവിടെ പുറത്തായിട്ടൊരു ഗെയിം നടപ്പുണ്ട്. ഒരു ബോള് ഇതേപോലെ നമുക്ക് ഒരു കാർഡ്ബോർഡ് ഒരു ഇത് ബോക്സ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബോൾ തട്ടി വീഴ്ത്തുവാണെങ്കിൽ ഇതിലിഷ്ടമുള്ള പാവ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ വന്ന ഉടനെ ഈ റെഡ് പാവ അതൊരു പന്നിയാണെന്ന് തോന്നുന്നു. അപ്പം അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ആ ഗെയിമിൽ പങ്കെടുത്ത് എനിക്ക് പാവയും കിട്ടി. അപ്പോൾ ആ നൈറ്റൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും ടിക്കറ്റിൽ 11 മണി വരെ നമുക്കിവിടെ നിൽക്കാനായിട്ടുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മൊത്തത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഇതിലെല്ലാം കയറി കഴിഞ്ഞു, എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സമ്മർ വെക്കേഷൻ നടക്കുവാണ്, ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളപ്പം അവരുടെ സൈറ്റ് എടുത്ത് ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾ നേരെ ഇനി ഫ്ലാറ്റിലേക്ക് പോകണം. അപ്പം നല്ലോണം എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ടും ഒരു 1 ഡേ ട്രിപ്പായിട്ട് നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.